അവരെ സംബന്ധിച്ചൊരു സെറ്റ് ബാക്കാണ് തീർച്ചയായിട്ടും. ഗസയിലേക്ക് അവരിലൂടെ അല്ലാതെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ ഉണ്ടാകുന്നു എന്നുള്ളത് അവർ സമ്മതിക്കില്ല. ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെതായ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് മുഴുവൻ അവരിലൂടെ നടത്തണം, അവർ ചെയ്യണമെന്നാണല്ലോ അവർ പറയാറ്. അതൊരിക്കലും അവർ സമ്മതിക്കില്ല. നമുക്കറിയാം ഇപ്പോൾ ഈ ഫ്ലോട്ടിലാണ് വരുന്നത്. ഈ ഫ്ലോട്ടിലാണ് ഏറ്റവും വലിയ ഫ്ലോട്ടിലാണ്, 10-50 കപ്പലുകളുണ്ട് അതിൽ. അപ്പോൾ അതിന് ഇറ്റലിയും ഗ്രീസും എസ്കോട്ട് വന്നിട്ടുണ്ടാണ്, 2 വാർഷിപ്പുകൾ തന്നെ എസ്കോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ മാത്രമേ അവർ വരുള്ളൂ. 160 നോട്ടിക്കൽ മൈൽ അകലെ നിന്ന് അവർ തിരിച്ചു പോകും. പിന്നെ ഈ ഫ്ലോട്ടില ഒറ്റയ്ക്കാണ് ഗസയിലേക്ക് പോവുക. ആ സമയത്താണ് ആക്രമണം പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ അവർ ഈ ഇസ്രായേലിൻ്റെ പരിധിയിലുള്ള മാരിടൈം ബൗണ്ടറിയിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി എന്തു സംഭവിക്കാമെന്നുള്ളതാണ്. ഇന്ന് ഉച്ചയോടെ എത്തും എന്നാണ് കരുതിയതെങ്കിലും അതിന് എപ്പോൾ എത്തും, അവരെത്തുമോ ഒന്നും നമുക്കറിയില്ല. അവിടെ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. ആ കമ്മ്യൂണിക്കേഷൻ ജാമറുകൾ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ച കാര്യമൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഒരു വാർഷിപ്പ് ഇവരുടെ കപ്പലിന് 10 മീറ്റർ അടുത്ത് വരെ എത്തിയെന്ന് പറഞ്ഞാൽ, ഒരു കപ്പൽ ഈ ചെറിയ ബോട്ടുകൾ പോലെയുള്ള ഷിപ്പുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിന് 10 മീറ്റർ വരെ എത്തുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഭീതിജനകമായ ഒരു കാഴ്ചയായിരിക്കും അത്. അവർ ഡ്രോൺ ആക്രമണം നടത്തുന്നു, അതുപോലെ ജാമറുകൾ ഉപയോഗിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം തകർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല രീതിയിൽ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ മുന്നോട്ട് തന്നെയാണ്. പക്ഷേ ഇത് ഗസയിൽ എത്തുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും ഒന്നും പറയാൻ കഴിയില്ല. കാരണം വരാനാണ് ഇന്ന് ഉച്ചയോടെ എത്തേണ്ടതാണ് അവർ. ഇപ്പോഴും നമുക്ക് അതിനെപ്പറ്റി വിവരങ്ങളൊന്നുമില്ല, വരുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള 3 കാര്യങ്ങളാണ്. മുമ്പ് മാവി മർമര എന്ന് പറയുന്ന മറ്റൊരു ഫ്ലോട്ടില്ല 2012 ഒരു ഫ്ലോട്ടില്ല തുർക്കിയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. അന്ന് ആ ഫ്ലോട്ടിൽ ആക്രമിച്ച് അതിലുള്ളവരെ വധിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് മറ്റൊരു ഗ്രെറ്റ തുൻബർഗ് ഒക്കെ ഉണ്ടായിരുന്ന മറ്റൊരു ഫ്ലോട്ടിൽ വന്ന് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. ഇവരുടെ മുമ്പിൽ 2 വഴിയാണ്. ഒന്നുകിൽ ഇവർ ആക്രമിച്ച് കൊല്ലുക, ഈ മനുഷ്യന്മാരെ മുഴുവൻ, 50 കപ്പലുകളുള്ള മനുഷ്യന്മാരെ മുഴുവൻ കൊല്ലുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവരെ തടഞ്ഞ് മുമ്പത്തെ അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത് മാറ്റുക, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഈ 3 ഓപ്ഷനാണ് ഇസ്രായേലിന് മുമ്പിലുള്ളത്. ആദ്യത്തെ 2 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെയല്ല. അതായത് ഇൻ്റർസെപ്റ്റ് ചെയ്യുക, അവരെ തടയുക, അവരെ ഡിറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ 2 മാസം മുമ്പ് വരെയുള്ളൊരു സിറ്റുവേഷൻ അല്ല എപ്പോഴുള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നൊരു ജനസൈഡാണെന്നും ആ ജനസൈഡ് തുടരാൻ ഒരേ ഒരു കാരണക്കാരൻ നെതന്യാഹുവും ഇസ്രായേലുമാണെന്നും ലോകത്തിന് ബോധ്യമായിട്ടുണ്ട്. ജനങ്ങൾക്ക് മാത്രമല്ല, ഭരണകൂടങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്തുണയോടെ മാത്രമാണ് നടക്കുന്നതെന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആളുകൾക്ക് കുറേ കൂടി, അതായത് എതിർവാദങ്ങൾ ഉയർത്താൻ പറ്റാത്ത വിധം ഇസ്രായേൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞ ഒരു സമയത്താണ് ഈ ഫ്ലോട്ടിൽ പുറപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവരെ തടയുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഗെയിം ചേഞ്ചറായി മാറിയേക്കാം. ഒരു പക്ഷേ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല, ഒരു ഗെയിം ചേഞ്ചറായേക്കാം. അതിൻ്റെ കാരണം കുറേ കൂടി വോക്കലായി ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഇസ്രായേൽ ഡിപ്ലോമാറ്റിക്കലി ഒറ്റപ്പെട്ടൊരു സന്ദർഭം 2023 ഒക്ടോബർ 7 ശേഷം ഉണ്ടായിട്ടില്ല. അത്രമാത്രം ഒറ്റപ്പെട്ടൊരു സമയമാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അതായത് UEFA-യിൽ ഇസ്രായേലിനെ പങ്കെടുപ്പിക്കരുത്, ഇസ്രായേൽ UEFA കപ്പിൽ കളിക്കും എന്നൊക്കെ ഒരു ടോക്ക് വന്നിരുന്നു. ഫിഫ ഇസ്രായേലിനെ ബോയ്ക്കോട്ട് ചെയ്യണം. ഈ 2 ആവശ്യങ്ങൾ ഈ ഫുട്ബോൾ ലോകത്ത് അതിശക്തമായൊരു സമയമായിരുന്നു. ഫിഫയിലെ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിനെ ബോയ്ക്കോട്ട് ചെയ്യണം, ഇസ്രായേലിനെ ബാൻ ചെയ്യണം, കളിപ്പിക്കാൻ പോലും സമ്മതിക്കരുത് എന്ന ഒരു ടോക്ക് വരുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഈ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ വരുന്നത്. ആ സമാധാന നിർദ്ദേശം ഒരു ട്രാപ്പാണ് എന്ന് അത് പുറത്തു വന്നോടൻ തന്നെ പലരും വിലയിരുത്തിയിട്ടുണ്ട്. അത് ട്രാപ്പായി അവനെ വഴിയുള്ളൂ. കാരണം അതിൽ കൺക്ലൂസീവായിട്ട് ഒരു തരം നിർദ്ദേശങ്ങളുമില്ല. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ആ ഒരു കോഴ്സിലേക്കുള്ള ഒരു തരം റോഡ് മാപ്പും ആ നിർദ്ദേശങ്ങളിലില്ല. മാത്രവുമല്ല, ജനസൈഡ് തടയുക, അത് വെടിനിർത്തൽ എന്ന് പറയുന്നത് തന്നെ കൺക്ലൂസീവായിട്ടുള്ള എപ്പോൾ നടക്കും, അതിനൊരു ടൈം ലൈൻ ഒന്നും ഫിക്സ് ചെയ്യാത്ത കേവലം വാചോടാപം മാത്രമാണ് അത് എന്ന് ആ സമയത്ത് തന്നെ ഒരു വിമർശനം ഉയർന്നിരുന്നു. അപ്പോഴാണ് ഈ ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഫുട്ബോളിൽ ഇസ്രായേലിനെ തടയുക എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വരിക എന്നുള്ള ചെറിയ കാര്യമല്ല. അത് അവരെ ബാൻ ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം വരുമ്പോൾ ഇങ്ങനെയൊരു സാധനം വയ്ക്കുക, ഞങ്ങളിതാ വെടി നിർത്താൻ പോകുന്നു, ഞങ്ങൾ നിർദ്ദേശം വയ്ക്കുന്നു, ഹമാസ് 72 മണിക്കൂറിനുള്ളിൽ അത് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ മൊമെൻറ്റം ആ ട്രംപിൻ്റെ പ്രഖ്യാപനത്തോടെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫ്ലോട്ടിലെ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ പഴയ മൊമെൻറ്റത്തിലേക്ക് തിരിച്ചു പോകാനും കുറേ കൂടി ഹാർഷായിട്ടുള്ള റിയാക്ഷൻസ് ലോകരാജ്യങ്ങളിൽ നിന്നുണ്ടാവാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കറിയില്ല, ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ഇസ്രായേൽ എന്ത് ചെയ്യുന്നുള്ളത്. ഇസ്രായേലിൻ്റെ മുമ്പിൽ ആദ്യത്തെ 2 ഓപ്ഷൻ അവർ ഗ്യാരണ്ടിയാണ്, അവരത് ചെയ്തിരിക്കും. കാരണം മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ മാവി മർമര ഫ്ലോട്ടിലേക്കെതിരെയും ഇതിന് തൊട്ട് മുമ്പ് കാണുന്ന ഫ്ലോട്ടിലേക്കെതിരെയും ഇസ്രായേൽ എന്താണ് ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട്. അത് അവരുടെ ബിഹേവിയറാണ്. ആ ബിഹേവിയർ വെച്ച് അത് 2 ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ അവരെ കൊല്ലുക, ഈ ആക്ടിവിസ്റ്റുകളും ലോയേഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ കൊല്ലുക, അല്ലെങ്കിൽ അവരെ ഡിറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എന്തായാലും ഇസ്രായേൽ ചെയ്യുന്ന ഉറപ്പാണ്. പക്ഷേ അവർ മിണ്ടാതിരിക്കും, ഈ ഫ്ലോട്ടിൽ അങ്ങോട്ട് വരാൻ അനുവദിക്കും എന്നൊരു സാധ്യത കൂടിയുണ്ട്. ആ സാധ്യത ഞാൻ പറയാൻ കാരണം ഡിപ്ലോമാറ്റിക്കലി ഇപ്പോൾ ഇസ്രായേൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന ഏതൊരു
ശ്രമവും അവർക്ക് സെറ്റ് ബാക്ക് ആകുമെന്നുള്ള ഭീതിയിൽ ഒരുപക്ഷെ പൊക്കോട്ടെ എന്നവർ തീരുമാനിച്ചേക്കാം. അങ്ങനെ തീരുമാനിച്ചാൽ അതേക്കുറിച്ച് ഈ ഫ്രീഡം ഫ്ലോട്ടിലെ ആളുകൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങളിത് ചെയ്യുന്നത് ഒരു താൽക്കാലികമായി ഒരു 50 ഷിപ്പിൽ കൊണ്ടുപോയി അവർക്ക് സഹായം കൊടുക്കുക എന്ന് മാത്രമല്ല, ഇസ്രായേൽ വഴിയല്ലാതെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ഈ യുദ്ധം ഉടനെ എങ്ങാനും അവസാനിക്കുമെന്നോ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല, ഈ ആക്ടിവിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നില്ല. ഭാവിയിലും ഇസ്രായേൽ ഈ ആക്രമണം തുടരുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് സഹായം എത്തിക്കാൻ ആവശ്യമായൊരു മാനുഷിക ഇടനാഴി കടലിലൂടെ സൃഷ്ടിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇസ്രായേൽ അതിന് സമ്മതിക്കുമോ? ഈ 3 ഓപ്ഷനും ഇസ്രായേലിന് സ്വീകാര്യമാവില്ല. ഈ അവസാനത്തെ ഓപ്ഷൻ ഒട്ടും സ്വീകാര്യമാവില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇസ്രായേലിൽ ഒരു കടുംകൈ ചെയ്താൽ, അവരെ ആക്രമിക്കാനോ അവരെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനോ അവരെ ഡിറ്റെയിൻ ചെയ്യാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ മുമ്പത്തെ ഫ്ലോട്ടുകളുടെ അനുഭവം ആയിരിക്കില്ല ഇസ്രായേലിന് നേരിടേണ്ടി വരും. ഇസ്രായേലിന് വലിയ തോതിലുള്ള സെറ്റ് ബാക്ക് ലോകരാജ്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ ഈ ഇസ്രായേൽ ഗസ വാറിൽ ഒരു ഗെയിം ചേഞ്ചർ ആവാൻ പോലും ഈ സ്മൂത്ത് ഫ്ലോട്ടിലയോട് ഇസ്രായേലിൻ്റെ പ്രതികരണം കാരണമാവാൻ സാധ്യതയുണ്ട്.